ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു നുള്ളു ഉപ്പ്, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ പഴം കൊണ്ടാണ് ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇവിടെ നേന്ത്രപ്പഴം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി കഴിക്കണമെന്ന് കൊതി വന്നു കഴിഞ്ഞാൽ റോബസ്റ്റ പഴം വെച്ച് ഉണ്ടാക്കാം. പഴം ഒരുപാട് പഴുത്തു പോകാൻ പാടില്ല. പഴം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത പഴം ഈ കൂട്ടിൻ്റെ അകത്തേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇല്ലെങ്കിലും പഴംപൊരി കഴിക്കണം എന്നൊരു കൊതി വരുമ്പോൾ ഇങ്ങനെയും കൂടി ഉണ്ടാക്കാം. ഇതിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത് മധുരവും എരിവും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.